അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ ആരാ? കൊലപാതകളാണോ? പുതിയ നിയമ ഭക്തന്മാരായി നമ്മൾ പറഞ്ഞ ഒരുത്തനൊരുത്തനെ കൊല ചെയ്തും മോഷ്ടിച്ചതും വഴക്കുണ്ടാക്കിയതുമല്ല ദുഷ്ടത. കർത്താവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ദുഷ്ടത എന്ന് പറയുന്നത്. അവിശ്വാസം എന്ന ദുഷ്ടത, അവിശ്വാസം നമ്മുടെ ദുഷ്ടത. എന്താണ്? സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കത്തില്ല എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഇത് ദുഷ്ടത. അപ്പോൾ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കും എന്നുള്ള പൂർണ്ണ നിശ്ചയപ്പെട്ടു പോകുന്നതാണ് താഴ്മയുടെ ലക്ഷണം. മാനസാന്തരപ്പെടുകയും സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്തത്. അതെന്താണ്? നമ്മൾ പാപം ചെയ്ത ആത്മാവിനെ കെടുത്തി കളഞ്ഞിട്ട് വീണ്ടും പോയി ഉപസിച്ചാലോ കരഞ്ഞാലോ കിട്ടുന്ന ഒന്നല്ലെന്നും കൂടി നിങ്ങൾ അറിയണം. അതുകൊണ്ട് യൂദ പറയുന്നത്, ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടി അധ്വാനിക്കണം. ഞാൻ പാപം ചെയ്ത് എനിക്ക് ദൈവം തന്ന ഈ അസാധാരണമായ ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വില വെച്ചാൽ ഈ ആർക്കും വിലയിടുവാൻ കഴിയാത്ത ഈ അമൂല്യമായിരിക്കുന്ന വിശ്വാസം എന്ന ഈ നിധി എനിക്ക് തന്നിട്ട് ഞാൻ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിൽ, ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിൽ എനിക്ക് അനുവദിക്കാത്തതും എനിക്ക് പാപകരമൊന്നും പറഞ്ഞ പല പാപങ്ങളിലേക്കും പോയിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ 4 ദിവസം ഉപവാസം പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടത്തില്ല. പറയുമ്പോൾ ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ വളരെ ഭയത്തോടെ ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം ഒറ്റ തവണ ഇത് കിട്ടത്തുള്ളൂ. നഷ്ടപ്പെട്ടു പോയാൽ ഇനി നിനക്കത് കിട്ടത്തില്ല. ഇതെല്ലാം കള്ള ഉപദേശങ്ങളാണ്. പിന്നെയും പോയിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാം. അല്ല, ചിലർ കള്ളു കുടിച്ചൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല. അതിനകത്ത് ആത്മാവ് നഷ്ടപ്പെട്ടില്ല, അത് ചാരം മൂടി കിടക്കുന്നേ ഉള്ളൂ. അവൻ്റെ എവിടേക്കോ ഹൃദയത്തിൽ ഒരു ദൈവഭയം അവൻ സൂക്ഷിച്ചിരുന്നു, എവിടേക്കോ ട്രാപ്പിൽ അകപ്പെട്ടു പോയി. പക്ഷെ മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, എനിക്കും നഷ്ടപ്പെടും.